കലയും സാഹിത്യവും മഹത്താവുന്നത് അത് ജീവിത ഗുണത വർദ്ധിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളിയാവുമ്പോഴാണ്. നാനാതരം ജീർണതകളെ അവതരിപ്പിക്കുമ്പോഴും അതിന് അടിമപ്പെടാതിരിക്കുമ്പോഴാണ്. കൊള്ളരുതായ്മകളെ ആദർശവൽക്കരിക്കുന്നതിനു പകരം അതിനെപ്പോലും കൊള്ളാവുന്നതാക്കി തിരുത്തിയെഴുതുമ്പോഴാണ്. വരികൾക്കിടയിൽ വീണവരെ കാണുമ്പോഴാണ്. അധികാരത്തിൻ്റെ അലർച്ചകൾക്കിടയിൽ കേൾക്കാതെ പോകുന്ന നിലവിളികൾ കേൾക്കുമ്പോഴാണ്. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുരിശിലേറ്റപ്പെട്ടവരൊക്കെയും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷ തളിർക്കുമ്പോഴാണ്. അപ്പോൾ ജീർണതകളൊക്കെയും ചളിയിലാഴും. വരളുന്ന ജീവിതത്തിലേക്ക് അപ്പോൾ കഥകൾ കുളിരുമായി വന്നു ചേരും. ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന മലയാളത്തിലെ കഥ 7 പതിറ്റാണ്ടിനു ശേഷം വായിക്കുമ്പോഴും പല നിലകളിൽ പകുക്കുന്നത് വീര്യ വിസ്മയങ്ങളാണ്. ആ ഒരൊറ്റ കഥ ആധുനിക വായനയിൽ അടപടലം കടപുഴക്കുന്നത് ഒരേ സമയം ഒന്നിലേറെ മേൽക്കോയ്മകളെയാണ്.